ഇതിനും തെറ്റൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്റെ തലയിലാണ്. മര്യാദക്ക് ചെയ്യണേക്ക അച്ഛനും മോനും അല്ലേ? വെള്ളിയാഴ്ച ഭൂതമാണ് അച്ഛൻ. ആ അച്ഛന് പണിയെടുക്കാൻ ഒരു പ്രോത്സാഹത്തിന് കാശിക്കൂട്ടൻ കണ്ണട കൊണ്ടുന്നുണ്ട്. ഏട്ടന്റെ മുടി വെട്ടിയല്ല? മുടി മുറിക്കാ? മുടി മുറിക്കേട്ടാ? കുറച്ച് കാശിക്ക് വരെ അച്ഛനോട് പറഞ്ഞല്ലേ കാശി അല്ലേ? ആ ഇത് കീറിക്കളഞ്ഞു ഗൈസ്, കീറിക്കളഞ്ഞല്ലേ ഗൈസ്. ഇത് വെയിറ്റ് കാരണം കീറിപ്പോയത് തന്നെ താനെ കേട്ടോ. എന്ത് പേപ്പറിന്റെ വെയിറ്റ് കാരണം? ഞങ്ങൾക്ക് ഇനി അത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ കണ്ണാടി എടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാ പിന്നെ അതിനെ മേടിച്ചേ. ഇതെങ്ങനെ പറിച്ചെടുക്കുന്നേ? ഓ കിട്ടി. എന്താന്ന് ചൂടുള്ള കാപ്പി. ഇപ്പൊ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. തണുത്ത കാപ്പി തണുത്ത കാപ്പി ഊതി ഊതി കുടിച്ചാതെ കേട്ടാ. പക്ഷെ അത് അവിടെ കൊട്ടിക്കില്ലേ, ടേപ്പ് തീർന്ന് പോകും. അത് അവിടെ ബാക്കിൽ ഒട്ടിക്കാനല്ലേ, ഇവിടെ ഒട്ടിക്കാനല്ലേ. തന്നെങ്കിലും എടുക്കുങ്ങട്. ഹലോ ഗൈസ്, ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ ഞെക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായ നിർദ്ദേശം പറയാൻ ഇന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. എന്താണെന്നറിയോ, അച്ഛനും മോനും കൂടി കാശിന്റെ റൂമിലുള്ള ഡോറ് കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ഈ വീട്ടില് ഇത് മാത്രമേ കുറച്ച് അലമ്പുള്ള സാധനമുള്ളൂ. ഡോറ് വലിയ ഭംഗിയില്ലാത്തതാണ്. മരത്തിന്റെ ഡോറാണ്, പക്ഷെ എങ്കിൽ ഇങ്ങനെ കണ്ടാ ഇതൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ്. നേരത്തേക്കും ഈ ഡോറ് ഞങ്ങള് വാൾപേപ്പർ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാനാണ്, ഭംഗിയാക്കാണ്. ഈ ഒട്ടിച്ചേണ്ട സാധനങ്ങളൊക്കെ വാൾപേപ്പറാണ്. ഈ റൂമിനകത്തുള്ളതൊക്കെ ഇത് കണ്ടോ, ഇതൊക്കെ ഇവിടെ ഓൾറെഡി ഇവിടെ ഉണ്ടായല്ല ഏട്ടാ, ഉണ്ടായതാണ്. അപ്പോൾ ഈ റൂമിനകത്ത് വേറെ വാൾ സ്റ്റിക്കറാണ് കേട്ടോ ഉള്ളത് കാശിന്റെ റൂമില്. അപ്പൊ ഈ ഡോറ് മാത്രം വലിയ ഇതില്ല. അപ്പൊ നമ്മളതിൽ പശയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ യൂസ് ചെയ്യണത്, എവിടെ ആ പശ ഒന്ന് കാട്ടിക്കേ കാച്ചിക്കുട്ട. വേറെ പശ വെച്ചിട്ടാണ് ശരിക്കും ഇത് ഒട്ടിക്കണ്ടേ, എന്നാലാണ് ഇത് ഇരിക്കുള്ളൂ കേട്ടോ. അത് കണ്ടോ, ഇതാണ് ഒരു പേപ്പറാണ്. ഇതിന്റെ പുറകിൽ പശയില്ല, നമ്മുടെ നാട്ടിലുള്ള പോലത്തെ വോൾ സ്റ്റിക്കർ അല്ല, ഇത് പേപ്പറിന്റെയാണ്. നമ്മൾ ഓൺലൈനിൽ വാങ്ങുമ്പോൾ ഇതിന്റെ പുറകില് പശ ഉണ്ടാവില്ല. ഇത് പക്ഷെ ഇത് പേപ്പറാണ് കേട്ടോ, കുറച്ച് കട്ടിയുള്ള. പെട്ടെന്നൊന്നും ഇങ്ങനെ കാണിച്ചാൽ കീറില്ല, ഇച്ചിരി വെള്ളം പിടിച്ചാലാണ് കീറുള്ളൂ. പക്ഷെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോകും കേട്ടോ. ഇത് നനഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ഇതിന്റെ പണിക്കുറ്റം കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിലുള്ളത് വിനയൽ സ്റ്റിക്കേഴ്സ് അല്ലേ, അതിനകത്ത് വെള്ളം വീണാലൊക്കെ നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പീസാണ് ഉണ്ടായത്. അപ്പോൾ ഇതാണ് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടത്. ഇതാണ് ഇച്ചിരി നീളം കൂടുതലുള്ളത്. വൈറ്റ് കാശിക്കുട്ടന്റെ റൂമിൽ എന്താ ചെയ്യണേ? എന്തൊട്ടിക്കുന്നേ? ടേപ്പ് ഒട്ടിക്കാണ് കേട്ടോ. കാശിക്കൊണ്ട് അച്ഛനും കൂടിയും ഇതുമുള്ള സാധനമൊക്കെ ചെറുക്കി താഴെ കളഞ്ഞ് വേസ്റ്റ് ഒക്കെ വാരി കൂട്ടി വെച്ചിട്ടുണ്ട്. കാശിക്കൊണ്ട് റൂം കാണിച്ചു കൊടുത്തേ. ചെല്ലേ, ഓരോന്നും കാണിച്ചു കൊടുക്കൂ, പറയ്. ഇത് ബെഡ് കാശിന്റെ. ഇത് ടേപ്പ് വെച്ചിട്ടാണ് നമ്മള് ഒട്ടിക്കണത്. കാട്ടിയൊന്ന് കാട്ടിക്ക്. ഈ ടേപ്പ് വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് ഒട്ടിച്ചോണ്ടിരിക്കണേ. ഇതുപോലെ ലെയർ ആയിട്ട് മുറിച്ചിത് വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ആ വാൾ സ്റ്റിക്കർ ഒട്ടിക്കാന്ന് വിചാരിച്ച ഇരിക്കും. ആ ഡബിൾ ടേപ്പാണ്. അയ്യോ പറിക്കല്ലേ, ലാസ്റ്റ് പറിക്കാം നമുക്ക്. ഡബിൾ ടേപ്പാണ് കേട്ടോ ഗൈസ്. ഡബിൾ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം. പക്ഷെ ഒട്ടും കട്ടിയില്ലാത്ത ഡബിൾ ടേപ്പാണെന്ന് കണ്ടോ, ഭയങ്കര നേരിയതാണ്. കുട്ടിന് ബ്രൂ വേണ്ടേ? പാല് മതി അച്ഛക്ക്. ബ്രൂ നമുക്ക് പോയി ബ്രൂ എടുക്കാം ഗൈസ്. ബ്രൂ പാലാണ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഏട്ടന് ബ്രൂ മതി, കാശിക്കുട്ടന് പാല് മതി. അതുകൊണ്ട് നമുക്ക് ഏട്ടന് ബ്രൂ കൊടുക്കാം. ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്, പക്ഷെ ഞാൻ കുടിക്കൂല ഗൈസ്. എൻ്റെ മുഖത്ത് കുരു വരും പാല് സാധനങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ. ഇതിനകത്തുനിന്ന് ലേശം എടുത്ത് ഇതിനകത്ത് ഇടാം. ഇത്ര മതി, ഇനഫ്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടാം. ഇത്ര മതിയല്ലേ? ഇച്ചിരി പാലല്ലേ ഉള്ളൂ, അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് നമ്മുടെ പാലൊഴിക്കാം. കാശിക്കൂട്ടിന് ഞാൻ പാലൊഴിക്കുമ്പോൾ അരിച്ചാണ്ട കൊടുക്കാറ്. ഏട്ടന് അരിക്കൊന്നും വേണ്ട.
അങ്ങനെ ബ്രൂ കോഫി റെഡി. അങ്ങനെ കോഫി റെഡി ആയിട്ടുണ്ട്. കാശിന്റെ പാല് റെഡി ആയിട്ടുണ്ട്. വാ ഓടിയാ ഓടിയാ. പാൽക്കുപ്പി കുടിച്ച പിള്ളേര് കളിയാക്കൂട്ടാ. എന്നാ പിന്നെ അതിനെ മേടിച്ചേ കുടിച്ചോ. ചൂടാറിപ്പോയ ടേസ്റ്റ് ഉണ്ടാവില്ല ഗൈസ്. അങ്ങനെ അത് പീൽ ചെയ്തിട്ട് നമ്മൾ അതിന്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് കേട്ടോ. എത്രത്തോളം ഇരിക്കും നല്ല നല്ല ചുളിവ് വീഴുന്നുണ്ട്. അത് നമ്മൾ വലിച്ചിട്ട് ഒട്ടിക്കണം. ഉണ്ടോ? വേറെ ഒരു സാധനം തരാം വലിക്കാൻ. എന്നാ ഇത് വെച്ചിട്ട് വരച്ചോ. എന്നാ അപ്പൊ അത് നീണ്ടിരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. ലെവലാക്കാനുണ്ട്. ഇവിടെ കുറച്ച് ചുളിഞ്ഞുണ്ട്. കാശ് എടുത്തോടത്ത ടൂളും കൊണ്ട് അച്ഛൻ ടൂൾ വെച്ചിട്ട് ഒട്ടിക്കുന്നു. അവിടെ ഡോറിന്റെ പിടി ഉള്ളതുകൊണ്ട് നമ്മളത് മുറിച്ച് ഒട്ടിക്കണമായിരുന്നു. മോൾ ഭാഗം നല്ല ഭംഗിയിൽ ഇരിപ്പുണ്ട്. താഴ്ഭാഗത്തേക്ക് സെറ്റ് ആക്കണം ഒന്നും കൂടെ. എന്നാ ബ്ലേഡ് എന്നാ ഇത് പിരിയം ത്രെഡ് ചെയ്യണത്. പിരിയം ഷേപ്പ് ചെയ്യണതാ. ഗൈസ് ഇവിടെ പണി പണിപ്പോയി. ഇതെന്താ ഇവിടെ കീറിപ്പോയി. കീറിപ്പോയി കീറിക്കളഞ്ഞു. ഇത് കീറിക്കളഞ്ഞു ഗൈസ്. കീറിക്കളഞ്ഞല്ലേ ഗൈസ്. ഇത് വെയിറ്റ് കാരണം കീറിപ്പോയത് തന്നെ കേട്ടോ. എന്ത് പേപ്പറിന്റെ വെയിറ്റ് കാരണം? യെസ്. വാതിലിന്റെ ഈ തുറക്കണ സാധനം ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ടല്ല ഹാൻഡിൽ. ഓ ഹാൻഡിൽ പരിഷ്കാരി. ഞങ്ങൾ തുറക്കണ സാധനം എന്ന് പറയും. ഡോറ് തുറക്കണ സാധനം അതായത് ഈ ഹാൻഡിൽ. ഓക്കെ, അത് വെച്ച് കട്ട് ചെയ്യുന്നു. ആ ബ്ലേഡ് വെച്ചിട്ട് വരക്ക് മഞ്ഞില്ലേ. അപ്പൊ എന്റെ പിടികം ഷേപ്പ് ചെയ്യണ ബ്ലേഡിന് ആ മുറിച്ചുള്ള ബ്ലേഡ് ഉണ്ട്. ഞാൻ തരത്തില്ല. കാശി അച്ഛൻ ചെയ്യണം നോക്കി താഴെ ഇരിക്കുവാണോ? കണ്ടു പഠിക്കുവാണ്. അപ്പൊ ഇതിനകത്ത് വെക്കാം. ഈ ബോക്സ് ഒക്കെ നമ്മള് തെമ്മൂന്ന് മേടിച്ചാണ് കേട്ടോ. 10 എണ്ണത്തിന് എന്തോ 20 റിയാലെന്തോ ഉണ്ടായുള്ളൂ. കണ്ടോ ഇതുപോലത്തെ. ഇത് അടക്കി പെറുക്കി വെക്കണം. ഇത് ബില്ലുകളാണ് കേട്ടോ സൂക്ഷിച്ചു വെക്കുന്നത്. സാധനം കണ്ണിന്റെ അടിയിൽ വെക്കണ ഒരു സാധനമാണ് കേട്ടോ. നല്ല സുഖം ഉണ്ടാവും കണ്ണിന് താഴെ വെച്ച് കഴിഞ്ഞാൽ. നല്ല തണുത്ത് കണ്ണിന്റെ അടി വെച്ചാൽ നല്ലതെന്ന് പറയും. ഐ മാസ്ക്. ഏട്ടാ ഇത് ചൂടാറി പോകും. കുടിക്കണുണ്ടാ? അത് ഞാൻ ചെയ്താന്നോ? ഇത് ഞാൻ തെറ്റെന്തെങ്കിലും പറ്റി? ഞാൻ ഒന്നും ചെയ്തില്ല. മോൻ തന്നെയാണ് ഇത് മുഴുവൻ ഒട്ടിച്ചത്. അത് എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് എന്റെ തലയിലാക്കും. ടേപ്പ് ഒട്ടിച്ചത് ഞാൻ ടേപ്പ് ഒട്ടിച്ചത് ശരിയാവാത്തോണ്ടാന്ന്. അല്ലാണ്ട് ഒട്ടിച്ചത് ശരിയാവാത്ത ടേപ്പ് അവിടെ നേരെ ഇരിക്കുന്നത് കേട്ടാ. മോനാണ് ഇത് മുഴുവൻ ഒട്ടിച്ചത്. എന്നിട്ട് എന്റെ തലയിലാക്കണം. ഇതിനും തെറ്റൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്റെ തലയിലാണ്. മര്യാദക്ക് ചെയ്യണേക്ക അച്ഛനും മോനും അല്ലേ? ഡോറിന്റെ പുറകില് മുട്ടിക്കണം ഗൈസ്. ഡോറിന്റെ അകത്ത് മാത്രമല്ല, ഡോറിന്റെ പുറത്തും അകത്തും നമുക്ക് ഇത് ഒട്ടിക്കാനുണ്ട്. കാശിക്കുട്ടന്റെ റൂം. സ്റ്റൂളോ? സ്റ്റൂൾ വെച്ചോ. അതെ, കാശിന്റെ കട്ടില്. ഇതിനകത്തൊക്കെ കാശിക്കുട്ടിന്റെ കളിപ്പാട്ടം വെക്കാനുള്ള സ്ഥലമായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ ഡ്രസ്സ് വെച്ചു. കാശിക്കുട്ടിന്റെ കളിപ്പാട്ടം വെക്കാൻ വേറെ സാധനം ഒരു ബാസ്ക്കറ്റ് മേടിച്ചരാ കേട്ടാ. ഓക്കെ ഡീൽ. എന്താന്ന് ചൂടുള്ള കാപ്പി. ഇപ്പൊ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. തണുത്ത കാപ്പി തണുത്ത കാപ്പി ഊതി കുടിച്ചാൽ മതി കേട്ടാ. ആർക്കും തത്തനാ? ആരാന്ന്? ദത്തനെ ഊതി കുടിച്ചാൽ മതി. ദത്തനോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത് ചൂടാറിനേക്കുമ്പോ കുടിക്കാൻ. അപ്പൊ ദത്തൻ കേട്ടില്ല. കാശിക്ക് വരെ അച്ഛനോട് പറഞ്ഞല്ലേ കാശി അല്ലേ? ഹലോ മിസ്റ്റർ പരേല, ഇത് ഒട്ടിക്കണല്ലേ? ഒട്ടിക്ക്. റെസ്റ്റ് ഒന്നുമില്ല, പോയി ഒട്ടിക്ക്. ഒട്ടിച്ചിട്ട് അടുത്ത പണി. വെള്ളിയാഴ്ച ഭൂതമാണ് അച്ഛൻ. അച്ഛന് പണിയെടുക്കാൻ
ഒരു പ്രോത്സാഹത്തിന് കാശിക്കൂട്ടൻ കണ്ണട കൊണ്ടുവന്നുണ്ട്. ആ വെക്ക്. വാവ് സെറ്റപ്പ്. ദേ കിടക്കണ്. പണി പകുതിക്ക് ഇട്ടിട്ട് പോയേക്കുവാ. ഫോൺ വിളി കഴിഞ്ഞോ? വാ മുഴുവൻ ഒട്ടിച്ച് തീർക്ക്. ഏട്ടന്റെ മുടി വെട്ടിയല്ല? മുടി മുറിക്കാ? മുടി മുറിക്കേട്ടാ? കുറച്ച് കുറച്ച് മുടിയൊക്കെ വെട്ട് കേട്ടാ കുറച്ച്. ഞങ്ങൾക്ക് ഇനി അത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ കണ്ണാടി എടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ വോളിൽ കുറേ വോൾസ് ഇങ്ങനെ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് താമസിച്ചിരുന്നവര്. അപ്പൊ ഇതൊക്കെ ഇളക്കി പറിച്ചെടുത്ത് ഇവിടെ നിന്ന് ക്ലീൻ ആക്കണം. ഏട്ടൻ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചട്ടോ. ഇവിടെയൊക്കെ തുടച്ചായിരുന്നു. ഞാൻ പറഞ്ഞേ ഇപ്പുറ സൈഡിൽ ഇപ്പൊ തുടക്കണ്ട, വേറെ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത പണി കൊടുത്തേക്കുവാണ്. അപ്പൊ ഏട്ടൻ വെള്ളിയാഴ്ച ദിവസം വരുമ്പോഴാണ് നമുക്ക് ഓരോരോ പണി കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് പണികളുണ്ടല്ലോ, ഈ ഇതൊക്കെ പിടിപ്പിക്കൽ. ഇത് പൊക്കണമെങ്കിൽ ഇപ്പൊ 2-3 പേര് വേണം. ഏട്ടൻ്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട് പറഞ്ഞു. ഡ്രില്ലറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എന്താണ് അമ്മ മുഖത്തിങ്ങനെ വട്ടത്തിലുള്ള സാധനം സാധനം ഒട്ടിച്ചു മുഖത്ത് ഒട്ടിച്ചു നോക്കും. കളഞ്ഞ അത് തീർന്നല്ലോ. ഓ ഗോഡ്, നമ്മുടെ വോളിൽ ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ഥലം കൂടി ഉണ്ട് ഗൈസ്. അതും കൂടി ഒട്ടിക്കാനുണ്ട്. ഇതുണ്ടോ ഇവിടെ കുറച്ച് പൊളിഞ്ഞിരിപ്പുണ്ട്, അത് ഒട്ടിക്കണം. അത് എനിക്ക് അടുത്ത വെള്ളിയാഴ്ച ഒട്ടിക്കാം. മുറിയില് നമുക്ക് തീർക്കാവാ. പക്ഷെ അത് അവിടേക്ക് ഒട്ടിക്കില്ലേ, ടേപ്പ് തീർന്നു പോകും. അത് അവിടെ ബാക്കിൽ ഒട്ടിക്കാനല്ലേ, ഇവിടെ ഒട്ടിക്കാനല്ലേ. തന്നെ എങ്ങനെ എടുക്കും ഇങ്ങട്? നല്ല ടൈറ്റ് ആന്നാ. ഇതെങ്ങനെ പറിച്ചെടുക്കുന്നേ? ഓ കിട്ടി. കാശിക്കുട്ടിന്റെ ഡോറ് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടാ. ചെറിയൊരു ചുളുക്കൊക്കെ ഉണ്ട്, എന്നാലും സെറ്റ് ആയിട്ടുണ്ട്. ബാക്കിൽ ആദ്യം ഒട്ടിച്ചിട്ട് ഫ്രണ്ടിൽ ഒട്ടിച്ചാൽ മതിയായിരുന്നു. ബാക്കിൽ ഒട്ടിച്ചപ്പോൾ ഭംഗിയിലിരുന്നു കേട്ടോ. ബാക്കിൽ പെട്ടെന്ന് നമ്മൾ ഒട്ടിച്ച പശേൻ്റെ വരയാണ് ആ കാണുന്നത് കേട്ടോ. ഇതാണ്ടോ, ഇതൊക്കെ ശരിക്കും പശ തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കാനാണ്. ഇത് നമ്മളുടെ പശ ഉണ്ടായില്ല. പശ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ടേപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്തേക്കാനാണ്. എന്നാലും വലിയ സീനില്ല, സെറ്റായിട്ടുണ്ട്. കാശക്കണ്ണിൻ്റെ ഡോർ അങ്ങനെ സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആ ചുളിക്ക് വീണത് എൻ്റെ തലയിലായിട്ടുണ്ട്. കാരണം ഞാനാണ് സ്റ്റിക്കർ അവിടെ ഒട്ടിച്ചതെന്ന് പറഞ്ഞിട്ട് എൻ്റെ തലയിലാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അത് അങ്ങനെയല്ലേ വരുള്ളൂ. നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ കെട്ടിയവന്മാർ ഇങ്ങനെയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഇങ്ങനെയായിരിക്കുമോ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റിക്കറൊക്കെ അതേ അതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. വലിയ സീനില്ല, കുഴപ്പമില്ല. ഇനി നമുക്ക് നല്ല സ്റ്റിക്കർ ഇട്ടുവാണെങ്കിൽ നല്ല ബഡ്ജറ്റാണെങ്കിൽ അത് പറിച്ചിട്ട് വേറെ വീണ്ടും ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ സൗദിയിലുള്ള എന്തെങ്കിലും വ്ളോഗ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ച് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് സ്ഥലങ്ങൾ കാണാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോകുമ്പോൾ അത് കവർ ചെയ്തിട്ട് ഞാനത് വീഡിയോ ആക്കി ഇടാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.